ഹായ്. ഷെയർ ടാക്സിയിൽ മിറക്കിൽ വന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അവിടെ നിന്ന് വേറൊരു ടാക്സി എടുത്തിട്ട് 2000 രൂപയ്ക്ക് നേപ്പാൾ മിറക്കിൻ്റെ പരിസരം ബോർഡറിൻ്റെ ഇവിടെ എല്ലാം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. 2000 രൂപ കൊടുത്തു. മെയിനായിട്ട് പശുപതി നഗർ എന്ന് പറഞ്ഞിട്ട് നേപ്പാളിലെ ബോർഡറിൻ്റെ അടുത്താണ്. ബോർഡർ കഴിഞ്ഞിട്ട് നേപ്പാളിൽ കാണേണ്ട ഫസ്റ്റ് സ്ഥലം പശുപതി നഗർ. അവിടേക്കാണ് മെയിനായിട്ട് പോകുന്നത്. വണ്ടി ഓടിക്കുന്നത് നേപ്പാളിയാണ്. അതായത് ഹിന്ദി അറിയും. ഇംഗ്ലീഷ് ഹിന്ദിയുടെ കലർന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ വെച്ചേക്കുന്ന പാട്ട് എല്ലാ നേപ്പാളി പാട്ടും കേട്ട് ഇങ്ങനെ കൂടെ കഥയും പറഞ്ഞ് യാത്ര തുടങ്ങി. നല്ല മഴയുണ്ടായിരുന്നു. ഇങ്ങനെ പിന്നെ സംസാരം തുടങ്ങിയാൽ നിർത്തൂല. അതുകൊണ്ട് ബോറടിച്ചില്ല. കേട്ടുകൊണ്ട് എനിക്ക് മനസ്സിലായതുപോലെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഹിന്ദിയിൽ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് മനസ്സിലാവും. അത് ഞാൻ ഉത്തരം പറയും. ഇത് നല്ല വൈബായിരുന്നു. ആ നേപ്പാളി പാട്ടും കേട്ടുകൊണ്ട് പോണത്. നല്ല കോടമഞ്ഞ്, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങേര് നേപ്പാൾ ആയതുകൊണ്ട് മാത്രം അങ്ങേര് അവിടുത്തെ കാര്യങ്ങളും നേപ്പാൾ ബോർഡറിൻ്റെ അവിടെ ഒരു ഹോം സ്റ്റേ ഉള്ള ഗ്യാസും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം എനിക്ക് പറഞ്ഞു. പോണ വഴിയെല്ലാം സൂപ്പർ കാഴ്ചകളാണ്. ഇവിടെ മെയിനായിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞാൽ തേയില തന്നെയാണ്. എവിടെ നോക്കിയാലും തേയിലപ്പാടങ്ങൾ കാണാം. പിന്നെ പൈൻ മരങ്ങളും എല്ലാം കാണാം. ഒരുപാട് ഹെയർ പിന്നുകൾ കറങ്ങിയാണ് പോണത്. എനിക്ക് വോയിസ് ഓവറിൽ പറയാൻ ഒരുപാടൊന്നുമില്ല. എല്ലാം കാണാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ആസ്വദിക്കുക. ഞാൻ പറയുന്നതിനേക്കാളും അതായിരിക്കും കൂടുതലും പറ്റും. മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്നുപോലും വിടാതെ. ഇപ്പോൾ നിൽക്കണത് വന്നിട്ട് ഇവിടെ നിന്നൊരു പാസ് എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ പോവാം. ഇതിൻ്റെ മേളിൽ ഒരു ഇവിടെ നേപ്പാളാണിത്. അങ്ങേരെ ഹോം സ്റ്റേ അവിടെയാണ്. അപ്പോൾ അത് കാണിക്കാനും അവിടെ ഒരു സംഭവമുണ്ട്, അത് കാണിക്കാനും പോവുകയാണ്. പോണ വഴിയെല്ലാം നല്ല സ്ലിപ്പറിയാണ്. നോക്കി നടന്ന് ചാറയ്ക്ക് അടിച്ചിട്ട് അങ്ങനെയാണ് കിടക്കുന്നത്. ഞാൻ നോക്കി കണ്ട് പതുക്കെ നടക്കുന്നത്. പക്ഷേ അങ്ങനെ കൊണ്ടുവന്ന സ്ഥലം വേറെ ലെവല്, രക്ഷയില്ല പറയാൻ. ഈ ഡാർജിലിങ്ങും അത് പരിസരമുള്ള എല്ലാവരും നേപ്പാളിയാണ് കൂടുതൽ. അത് നേപ്പാൾ ഭാഷയാണ് അവർ കൂടുതൽ പറയുന്നത്. ഹിന്ദിയൊക്കെ പറയുന്നവർ തയ്യാറാണ്, ഇംഗ്ലീഷിന് തയ്യാറാണ്. അങ്ങേര് ഒരു വഴി കാണിച്ചു തന്നിട്ട് കയറി പൊയ്ക്കോളാൻ പറഞ്ഞു. പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് വാ, ഇവിടെ താഴെ നിൽക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി കയറി തുടങ്ങി. കയറി തോറും നല്ല രസമാണ്. തണുപ്പ് ഒരു രക്ഷയില്ല. തണുപ്പ് ഫുൾ കോട ഇറങ്ങി കിടക്കണം അവിടെ. നമ്മളുണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഒരുപാടുണ്ട്. പിന്നെ ഒരു പറ്റിയതെന്തെന്നാൽ സെൽഫി സ്റ്റിക്ക് എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഫോട്ടോ എടുക്കാനായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആണ് കണ്ടത് ഐ ലവ് നേപ്പാൾ എന്നും പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഭവം എഴുതി വെച്ചിട്ടുണ്ടാകും. ഞാൻ അവിടെ നിന്നിട്ട് 2-3 വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി. ആ മലയുടെ മേളിൽ നിന്നുള്ള കാഴ്ച അത് ഒരു രക്ഷയില്ല പറയാൻ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് നേരം ഇറങ്ങിയിട്ട് പിന്നെ യാത്ര ആരംഭിച്ചു. ഞാൻ അടുത്തൊരു സൂപ്പർ സ്ഥലത്തിലോട്ടാണ് പോണത്. ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ബൈ.